Hello friends, I am MalluKarper പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിൽ കാണുന്ന ഈ രണ്ട് പോപ്കോൺ ആണ്. കാരമൽ പോപ്കോൺ ആൻഡ് ചീസ് പോപ്കോൺ. പ്രീമെയ്ഡ് പാക്ക് ഒന്നും വാങ്ങാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് പ്ലെയിൻ പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനൊരു കടായിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ചെറിയൊരു കടായി എടുത്തത്. നിങ്ങൾക്കിനി വലിയ ചെമ്പട്ടിയോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള നല്ല ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. പ്രഷർ കുക്കർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി നന്നായിട്ട് ചൂടാക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചോളം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ചൂടായി ഇതിൻ്റെ കളറൊന്ന് മങ്ങി വരുന്ന സമയത്ത് നമുക്കിത് അടച്ചു വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മൂടി തുറക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പ്ലെയിൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പാത്രം ചൂടുള്ളതുകൊണ്ട് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് വേഗം മാറ്റണം. നമ്മുടെ പ്ലെയിൻ പോപ്കോൺ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കാരമൽ പോപ്കോൺ ഉണ്ടാക്കാനുള്ള കാരമൽ റെഡിയാക്കാം. കടായി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കും. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ പോപ്കോൺ ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കാരമൽ പോപ്കോൺ റെഡി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് കാരമൽ കൂടുതലായിട്ട് വരുന്ന ഭാഗത്താണ് അത് ഒട്ടിപ്പിടിക്കാതെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്താൽ റെഡിയാവും. ഇനി നമ്മൾ ചീസ് പോപ്കോൺ ആണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഷെഡാർ ചീസിൻ്റെ സീസണിങ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് പോപ്കോണായിട്ട് സ്പെഷ്യലായിട്ട് വരുന്നതാണ്. ഇത് നമ്മൾ അടുത്ത കടകളിലൊക്കെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. ഞാനിത് ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് അതിൽ നിന്ന് ആ ലിങ്കിലൂടെ വേണമെങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ഓൺലൈനിൽ ഷെഡാർ സീസണിങ് പൗഡർ എന്ന് സെർച്ച് ചെയ്താലും കിട്ടാവുന്നതാണ്. ഇത് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഈ പോപ്കോണിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ കുറച്ച് കൂടുതൽ വലിപ്പമുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബൗൾ എടുത്താൽ മതി. ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മളിത് കോൺ ഇടുമ്പോൾ അതിൻ്റെ കൂടെയാണ് ഉപ്പ് ഇടൽ, അതാവും ബെസ്റ്റ്. ഇത് ഞാൻ ഒരുമിച്ച് കാരമൽ പോപ്കോണിനുള്ളതും ഒരുമിച്ച് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചീസ് പൗഡർ ചേർത്ത് കൊടുക്കുക. നമ്മൾ ടേസ്റ്റിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീസ് പോപ്കോണും കാരമൽ പോപ്കോണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.